എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങ അച്ചാർ തയ്യാറാക്കാം. മാങ്ങ അച്ചാർ നമുക്ക് പലതരത്തിലും വ്യത്യസ്ത രുചികളിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ഇന്ന് വെള്ളമോ വിനാഗിരിയോ ചേർക്കാതെ വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന നല്ലൊരു ചെത്തുമാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ സ്പെഷ്യൽ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ നല്ല പുളിയുള്ള നാടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിൽ വിനാഗിരി ചേർക്കാത്തത് കൊണ്ട് നല്ല പുളിയുള്ള മാങ്ങ തന്നെ ഈ ഒരു അച്ചാറിലേക്കായിട്ട് എടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ പുളി കുറഞ്ഞ മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നതെങ്കിൽ അവസാനം ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ചേർക്കേണ്ടതായി വരും. ഈ മാങ്ങയെല്ലാം നമുക്കൊന്ന് കഴുകിയെടുത്ത ശേഷം വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് ജലാംശം ഒട്ടുമില്ലാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് വരാം. കഴുകി തുടച്ചെടുത്ത ശേഷം ഇനി നമുക്ക് മാങ്ങയെല്ലാം അച്ചാറുണ്ടാക്കാനുള്ള പാകത്തിനൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ സാധാരണ മാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അരിയുന്നതിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ചെത്തുമാങ്ങ അച്ചാറിനായിട്ട് അരിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ മാങ്ങയുടെ തൊലി ഒഴിവാക്കാതെ വളരെ കനം കുറച്ച് തൊലിയോടൊപ്പം തന്നെയാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കേണ്ടത്. എല്ലാ മാങ്ങയും ഇതുപോലെ ഒരേ കനത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം വളരെ കനം കുറച്ച് തൊലിയോടുകൂടി തന്നെ ഇതുപോലെ അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മാങ്ങയിലേക്ക് കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ഉപ്പ് ചേർത്ത് യോജിപ്പിച്ച് വെച്ച ശേഷമാണ് നമ്മളിത് അച്ചാർ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിതിലേക്ക് 100 ഗ്രാം അളവിൽ കല്ലുപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. 1 കിലോ മാങ്ങയിലേക്ക് ഞാനിവിടെ 100 ഗ്രാം കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള മാങ്ങയുടെ പുളി അനുസരിച്ച് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ കഴിയുന്നതും ഇതുപോലെ കല്ലുപ്പ് ചേർക്കുന്നതാണ് നല്ലത്. കല്ലുപ്പ് കിട്ടിയില്ലെങ്കിൽ മാത്രം ഉപ്പിനാവശ്യമായ പൊടിയുപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം 24 മണിക്കൂർ നമുക്കിത് അനക്കാതെ ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മാങ്ങയിൽ ചേർത്തിരുന്ന ഉപ്പെല്ലാം അലിഞ്ഞ് അതിൽ നിന്ന് ഇതുപോലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉപ്പ് അലിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്ന് അലിഞ്ഞ് കിട്ടും വരെ ഇതുപോലെ തന്നെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അച്ചാർ തയ്യാറാക്കാനായി തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിൽ വെച്ച ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ നല്ലെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ അളവിൽ കടുകിൻ്റെ തരി ചേർത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ച് ഒരു 40-50 സെക്കൻഡോളം ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതുപോലെ കടുകിൻ്റെ തരി നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് കടുക് ഒരു പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. കടുക് തരിയുടെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളിയും കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയെല്ലാം നന്നായിട്ടൊന്ന് മാറിക്കിട്ടും വരുന്ന വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയെല്ലാം മാറിയതിന് ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം അളവിൽ മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് നല്ലൊരു കളറിനായിട്ട് 50 ഗ്രാം കാശ്മീരി മുളക് പൊടിയും എരിവിനായിട്ട് 50 ഗ്രാം സാദാ മുളക് പൊടിയും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തിട്ട് എണ്ണയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് വേണമെങ്കിൽ തീ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലെ ഉപ്പ് വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാങ്ങ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയം ഇതിലേക്ക് ചേർക്കാം. പുളി കുറവുള്ള മാങ്ങ ഉപയോഗിച്ചാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നതെങ്കിൽ പുളി വേണമെന്നുള്ളവർക്ക് പുളിക്ക് ആവശ്യമായ വിനാഗിരി ഈ സമയം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഉപ്പും പുളിയും എരിവുമെല്ലാം ഒന്ന് പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവയും കായവും ഒന്ന് വറുത്ത് പൊടിച്ചെടുത്ത് ചേർക്കാം. ഞാനിതിലേക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത 1.5 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയുമാണ് ചേർക്കുന്നത്. കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഉലുവയും കായവും അച്ചാറിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചെത്തുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്കത് നല്ല വൃത്തിയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് സൂക്ഷിക്കാം. 1-2 ദിവസം പുറത്ത് വെച്ച് അച്ചാറൊന്ന് സെറ്റായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഓരോ തവണ അച്ചാർ എടുക്കുമ്പോഴും നനവില്ലാത്ത വൃത്തിയുള്ള സ്പൂൺ ഉപയോഗിക്കാനും അധിക നേരം തുറന്നു വയ്ക്കാതിരിക്കാനും ശ്രദ്ധിച്ചാൽ ഫ്രിഡ്ജിന് പുറത്ത് വെച്ച് തന്നെ ഒരുപാട് കാലം നമുക്ക് ഈ അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെത്തുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്